ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി ഉണ്ടാക്കിയ പായസം വീട്ടിലുള്ള എല്ലാവരും കൂടി കുടിച്ച് തീർത്തിരിക്കുവാണ്. അത്രയ്ക്കും ടേസ്റ്റാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്ന് കുടിക്കുമായിരുന്നു. രേവതി ആണെങ്കിൽ ആകപ്പാടെ വിഷമത്തിലാണ്. കാരണം സച്ചി ഒട്ടും വന്നതുമില്ല, ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടുമില്ല. ഇനി ഇന്നലത്തെ പോലെ തന്നെ സച്ചിയേട്ടൻ ഇന്നും കുടിച്ചു വരുമെന്നുള്ള ടെൻഷനാണ് രേവതിക്ക്. ഒരുപാട് നേരം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, സച്ചി വരുന്നില്ല. എല്ലാവരും പോയി കിടന്നുറങ്ങി. രേവതി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ലാസ്റ്റ് നമ്മുടെ സച്ചി വരുവാണ്. കയ്യിലൊരു പൊതിയുണ്ട്. മുമ്പിൽ തന്നെ രേവതി ഇരിക്കുന്നത് കാണുമ്പോഴേക്കും സച്ചി എളുപ്പം ആ പൊതി ബാക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ പയ്യെ നടന്നു വരുവാണ്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ടേ. അപ്പോൾ രേവതി സച്ചിയേട്ടാന്ന് പയ്യെ വിളിക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, രേവതി നീ ആ കൈയൊന്ന് നീട്ടിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ സച്ചി തൻ്റെ കയ്യിലുള്ള പൊതി കൊടുക്കുവാണേ. അപ്പോൾ രേവതി ചോദിക്കും, ഇതെന്താ സച്ചിയേട്ടാ? നിനക്കിഷ്ടപ്പെട്ട അലുവയാണെന്ന് സച്ചി പറയുന്നുണ്ടേ. സച്ചി വന്ന വിവരം പറഞ്ഞിട്ട് ചന്ദ്ര എളുപ്പം ഓടി വരുവാണേ മുറിയിൽ നിന്ന്. കാരണം ഇന്നലത്തെ പോലെ ഇന്നും നല്ല പ്രശ്നമൊക്കെ ഉണ്ടായാലോ, രേവതിയെ സച്ചി പിടിച്ച് പുറത്താക്കിയാലോ എന്നൊക്കെ പ്രതീക്ഷയോടെ ചന്ദ്ര ഓടി വരുവാണേ. അപ്പം നോക്കുമ്പോഴേക്കും സച്ചി ഹലുവയും കൊണ്ടുവന്ന് രേവതിക്ക് കൊടുക്കുന്നു. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്നോട് ദേഷ്യമായിരുന്നില്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പം ഒന്നുമില്ല, എൻ്റെ ദേഷ്യമൊക്കെ മാറിയെന്ന് പറയുന്നുണ്ട് സച്ചി. രേവതി മറുപടിയൊന്നും കൊടുക്കാതെ ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചന്ദ്രക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. സച്ചി പറയുന്നുണ്ട്, ആലോചിച്ച് നോക്കിയപ്പോൾ നീ ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല രേവതി. നിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ നീ പോവണ്ടേ? നീ പോവാതെ പിന്നെ ആര് പോവാനാ? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിൻ്റെ അനിയനോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല. എനിക്കവൻ ഇഷ്ടമാണ്. സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വിളിച്ച് നടന്നിരുന്നവനാ. അവൻ്റെ കൂട്ടുകെട്ട് അത് ശരിയല്ല രേവതി. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഇത്രയും ദേഷ്യം. ആ കൂട്ടുകെട്ട് അവനെ എവിടെ കൊണ്ട് എത്തിക്കുമാവോ എന്നൊക്കെ സച്ചി പറയുവാണേ. അതിനോടുള്ളൊരു എതിർപ്പ് മാത്രമേ എനിക്കുള്ളൂ. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അതിൻ്റെ ഇടയിൽ വെറുതെ നിന്നെ വലിച്ചിടാൻ പാടില്ലായിരുന്നു രേവതി. നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ചേച്ചിക്ക് അനിയനോടുള്ള സ്നേഹം നിഷേധിക്കാനൊന്ന് പറയാൻ ഞാൻ ആരാ? എനിക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ടേ. ഇനി മുതൽ അവനോട് മിണ്ടണ്ട, അവൻ്റെ പരിപാടിക്കൊന്നും പോകണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല രേവതി. ഇന്നാണ് എനിക്കത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. നിനക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ കരയുവാണ്. ചന്ദ്രയാണെങ്കിൽ അവിടെ ഇങ്ങനെ കലിപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രേവതി കരഞ്ഞോണ്ടും പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ശരത്ത്, അവൻ അങ്ങനെ ചീത്ത വഴിക്കൊന്നും പോവില്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ പേടിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പോയില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം, പക്ഷെ പോയാലോ അത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു പേടി എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ജീവിതം തന്നെ പോവില്ലേ? ശരി ശരി, അതൊക്കെ വിട്, എനിക്ക് നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി അടുക്കളയിലോട്ട് പോവാണേ. ഈ ടൈമിൽ ശ്രീകാന്ത് വെള്ളം കുടിക്കാൻ വേണ്ടി വരുവാണേ. സച്ചിയെ കാണുമ്പോഴേക്കും, ആ സച്ചിയേട്ടൻ വന്നോ, സോറി സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ സച്ചി ചോദിക്കും, സോറിയോ, എന്തിനാടാ? അല്ല രേവതി ചേച്ചി ഇന്ന് അടിപൊളി പായസം ഉണ്ടാക്കിയായിരുന്നു. ആഹാ കൊള്ളാലോ എന്ന് സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാവരും കൂടി ഞങ്ങളിരുന്ന് കുടിച്ചു തീർത്തു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഫുള്ളും കുടിച്ചു തീർത്തോ, ഒരിത്തിരി പോലും എനിക്ക് വെച്ചില്ലേന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല സച്ചിയേട്ടാ, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുവാണ്. ഞാനും വർഷം കൂടി വഴക്ക് പിടിച്ചിരിക്കുമായിരുന്നു. അവളുടെ വഴക്ക് മാറാൻ പുറത്തു കൊണ്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ രേവതി ചേച്ചിയുടെ പായസം കുടിച്ചത് അവളുടെ മൂഡൊക്കെ മാറി, ഞങ്ങളുടെ വഴക്കും മാറി. താങ്ക് യു രേവതി ചേച്ചി എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, എന്നാലും ഒരു ഇത്തിരി പോലും എനിക്ക് വെച്ചില്ലല്ലോടെ ദുഷ്ടാന്നൊക്കെ പറയുവാണേ. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ വിഷമിക്കണ്ട, ഇവിടെ ഇരിക്കും, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലോട്ട് പോയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പായസം സച്ചിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുകയെ അതും കൊണ്ട് വരുവാണ്. സച്ചിക്ക് പായസം കാണുന്നതും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ രേവതി ചേച്ചി, ഞങ്ങളെല്ലാവരും പായസം കുടിച്ച് തീർത്തതാണല്ലോ, നിങ്ങൾക്കൊക്കെ തരുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ സച്ചിയേട്ടന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഓ കൊള്ളാം, ഏതായാലും സച്ചിയേട്ടൻ നല്ല ഭാഗ്യവാനാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണേ. സച്ചിയാണെങ്കിൽ രേവതി അവിടെ കൂടെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് കയ്യിലുള്ള അലുവ എടുത്ത് രേവതിക്ക് കൊടുക്കുവാണ്. നീ ഇത് കഴിക്ക് രേവതി, ഞാൻ ഈ പായസം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി കുടിക്കുവാണേ. സച്ചി പായസം കുടിച്ചിട്ട് അതിൻ്റെ സ്വാദിൽ മതി മറന്ന് ചോദിക്കുന്നുണ്ട്, രേവതി ഞങ്ങൾ എന്തിനാ തല്ലു പിടിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, നമ്മൾ അതിന് എപ്പോഴാണ് സച്ചിയേട്ടാ തല്ലു പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആലുവയും കൂടി കൊടുക്കുവാണെങ്കിൽ സച്ചിക്ക്. സച്ചി പറയും, എന്താ ടേസ്റ്റ് രേവതി, പാചകത്തിൽ നിന്നെ വെല്ലാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ രണ്ടുപേരും മതി മറന്ന സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ്. രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ അലുവ പാത്രവുമായിട്ട് നേരെ ചന്ദ്രയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് ചന്ദ്രക്ക് നീട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എന്താ ഇത് അലുവ, അമ്മ രാവിലെ പറഞ്ഞായിരുന്നില്ലേ മധുരം കഴിക്കാൻ തോന്നുന്നു എന്ന്, ഇന്ന് എടുത്തോ അമ്മയെന്നൊക്കെ പറഞ്ഞ് രേവതി എന്തോ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ കൊടുക്കുവാണേ. ചന്ദ്രക്ക് അത് കാണുമ്പോഴേക്കും ദേഷ്യം വരുവാണ്. രേവതിയെ കലിപ്പിച്ച് നോക്കിയിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവാണേ.
പിന്നെ പിറ്റേ ദിവസം രാവിലെ ദേവ് വിളിക്കുവാണ് രേവതിയെ. രേവതി ചേച്ചി എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ രേവതി വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, എത്രയും പെട്ടെന്ന് ചേച്ചി ഒരു 7 മുഴം പൂവായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരാവോ എന്ന് ചോദിക്കുവാണേ. എന്തിനാ ഹോസ്പിറ്റലിൽ പോവ്, ചേച്ചി വാ, കാര്യമുണ്ട്, എളുപ്പം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് ഫോൺ കട്ട് ചെയ്യുവാണേ. രേവതി അപ്പോൾ പൂവൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അവിടെ ദേവു രേവതിനായിട്ട് കാത്തിരിക്കുവാണേ. പൂവൊക്കെ കൊണ്ടുപോയി ദേവുവിന് കൊടുക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ പൂ, ഹോസ്പിറ്റലിൽ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും, വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ പൂ കൊണ്ടുവരാൻ പറയത്തില്ലേ, ഇത് അതിനൊന്നുമല്ല. ക്യാഷ്യർ പറഞ്ഞായിരുന്നു പൂ കെട്ടുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ രേവതി ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇനി മുതൽ ഡെയിലി ഹോസ്പിറ്റലിൽ പൂ കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിനക്കെന്നാ അമ്മയുടെ പേര് പറഞ്ഞുകൂടായിരുന്നു, അമ്മക്ക് ഒരു വ്യാപാരം ആവുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അമ്മക്ക് ഡെയിലി ഹോസ്പിറ്റലിൽ വന്നു പോയി പൂവൊന്നും കൊണ്ടുതരാൻ പറ്റത്തില്ലല്ലോ. രേവതി ചേച്ചി ആകുമ്പോൾ വണ്ടി ഉണ്ടല്ലോ, എളുപ്പം കൊണ്ടുവന്ന് പൂ തരത്തില്ലേ. ഇനി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 7 മുഴം പൂ ഇതുപോലെ കൊണ്ടുവന്ന് തരണം. അതുപോലെ തന്നെ വിശേഷ ദിവസം വരുമ്പോഴും ഞാൻ രേവതി ചേച്ചിക്ക് ഓർഡർ പിടിച്ച് തരും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, എൻ്റെ അനിയത്തി ഇപ്പോൾ വലിയ ആളായി, എനിക്ക് ഓർഡർ പിടിച്ച് തരാൻ വേണ്ടി മാത്രം ആളായല്ലേ, കൊള്ളാം, എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ. ഇനി നമ്മുടെ ശരത്തും കൂടി നിന്നെ പോലെ തന്നെ നല്ല ജോലി കിട്ടി മുന്നേറി മുമ്പിലോട്ട് വരണം, നമ്മുടെ അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയണം എന്നൊക്കെ രേവതി പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ചേച്ചി നമ്മുടെ കുടുംബത്തിൽ തരുന്ന ആ പൈസയില്ലേ അത് ഞങ്ങൾക്കിനി വേണ്ടാന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, അതെന്താ മോളെ, ഇത്രയും നാളും രേവതി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ചെറുപ്പം തൊട്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചു, ഇപ്പോൾ എനിക്ക് ജോലിയൊക്കെ ആയി രേവതി ചേച്ചി, ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. രേവതി ചേച്ചി ഇത്രയും നാൾ കഷ്ടപ്പെട്ടില്ലേ, ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുക്ക്, എൻ്റെ പഠിപ്പിനെടുത്ത ലോണൊക്കെ ഞാൻ തന്നെ അടച്ചോളാം. പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കും വീട്ടിൽ ചിലവ് കൂടി വരുമല്ലേ, എത്രയും പെട്ടെന്ന് ആ മുറി കെട്ടി പണി തീർക്കാൻ നോക്ക്, രേവതി ചേച്ചിയുടെ സ്വപ്നമല്ലേ അത്, ഇനി മുതൽ വീട്ടു ചെലവിനായിട്ട് കാശ് മാറ്റി വെക്കേണ്ട രേവതി ചേച്ചി എന്നൊക്കെ ദേവ് പറയുവാണ്. രേവതിക്ക് അത് കേൾക്കുമ്പോഴേക്കും കണ്ണ് നിറയുവാണ്, സന്തോഷവും വരുന്നുണ്ട്. കാരണം തൻ്റെ അനിയത്തി ഇത്രയും വലുതായല്ലോ എന്ന് ഓർത്തിട്ട് ഒരുപാട് സന്തോഷമുണ്ട് മോളെ, നീ ഇത്രയും ഉത്തരവാദിത്തോടു കൂടിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്നൊക്കെ രേവതി പറഞ്ഞ് കരയുവാണേ. അത് കാണുമ്പോഴേക്കും ദേവും കരയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, സോറി ചേച്ചി, ഞാൻ ചേച്ചിയെ വിളിച്ചു വരുത്തി കരയിപ്പിച്ചു, വാ നമുക്ക് ക്യാഷ്യറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി പോവാണേ. ഈ ടൈമിലാണ് നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. ഡോക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ശ്രുതി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ടൈമിൽ നമ്മുടെ ദേവും രേവതിയും കൂടി ക്യാഷ്യറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. രേവതി ചേച്ചി സന്തോഷമായില്ലേ, ഇനി എപ്പോഴും അയാൾ പറഞ്ഞ പോലെ തന്നെ ചൊവ്വയും വെള്ളിയും ഇവിടെ പൂവ് എത്തിച്ചു തരണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ശ്രുതി ഇവരെ കണ്ടിട്ടില്ല. അപ്പോഴേക്കും ദേവു രേവതിയെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ചേച്ചി നോക്കി ആരാ ഇരിക്കുന്നതെന്ന്. അപ്പോഴേക്കും രേവതി നോക്കുമ്പോഴേക്കും ശ്രുതിയെ. അപ്പോൾ രേവതി പറയും, ശ്രുതി എന്താ ഇവിടെ, അതന്നെയാണ് ഞാനും ആലോചിക്കുന്നേ, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഇനി ഗർഭിണിയായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഒന്ന് പോ ദേവു, കഴിഞ്ഞ പ്രാവശ്യം നീ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി മധുരമൊക്കെ ഉണ്ടാക്കി ആകെ പ്രശ്നമായതാ, എന്നെ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു, ഞാൻ നാണം കെടുകയും ചെയ്തു, അതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും നോർമൽ ചെക്കപ്പിന് വേണ്ടി വരുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവു പറയും, എന്നാൽ ചേച്ചി പോയി ചോദിച്ചു നോക്ക് എന്തിനാ വന്നതെന്ന്, പോയി ചോദിക്ക് രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വിടാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ പേര് അവിടെ ഡോക്ടറിൻ്റെ മുറിയിൽ നിന്ന് വിളിക്കുവാണ്. ശ്രുതി അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറുവാണ്. ഡോക്ടറെ കാണാൻ അകത്തോട്ട് കയറിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് ചെക്കപ്പിനായിരിക്കും ദേവു, വെറുതെ എന്തിനാ നമ്മൾ അവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും എനിക്ക് വാണിംഗ് ഒക്കെ തന്നിട്ട് പോയതാ, എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത്, ഒരു ബൗണ്ടറി ഉണ്ട്, അത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാണിംഗ് ഒക്കെ തന്നതാ, ഞാനില്ല അവരോട് പോയി ഒന്നും ചോദിക്കാനൊന്നും ആരോടും പറയാനൊന്നും രേവതി പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അങ്ങനെ വിടാൻ പറ്റുമോ, രേവതി ചേച്ചിയെ ചീത്ത പറഞ്ഞതല്ലേ, ഇടക്കിടക്ക് എന്തിനാ ഈ ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് എനിക്ക് അന്വേഷിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ദേവു നീ വെറുതെ ഇരി, അത് ചെക്കപ്പിനായിരിക്കുള്ളൂ ദേവു എന്ന് പറയുമ്പോഴേക്കും, ചെക്കപ്പിനായിക്കോട്ടെ, ഞാനൊന്ന് അറിയട്ടെ എന്തിനാ വരുന്നതെന്ന്, എനിക്കെന്തോ കള്ളത്തരമുള്ള പോലെയാ തോന്നുന്നത്. അപ്പോൾ രേവതി പറയും, നീ ഇപ്പം എന്ത് ചെയ്യാൻ പോവാ, നിൽക്ക് ഞാൻ പോയി അവിടെ അന്വേഷിച്ചിട്ട് വരാം, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ എടുക്കുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവു പോവാണേ. എന്നിട്ട് റിസപ്ഷനിൽ പോയി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ ആ പോയവർ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും റിസപ്ഷൻകാർ ചൂടാവുന്നുണ്ടേ, ഹോസ്പിറ്റലിൽ എന്തിനാ വരുന്നതെന്ന് അറിയാൻ പാടില്ലേ, അതല്ല ആ ചേച്ചി എന്തിനാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ടേ, മോളുടെ ഡ്യൂട്ടി അക്കൗണ്ട് സെക്ഷനല്ലേ, അവിടെ പോയി ജോലി നോക്കുക, അല്ലാതെ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണോ അന്വേഷിക്കുന്നത്, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ദേവു പറയുന്നുണ്ട്, ചേച്ചി ആ പോയത്
എൻ്റെ ഒരു റിലേഷനായിട്ട് വരും. ശ്രുതി എന്നല്ലേ അവരുടെ പേര്, ഭർത്താവിൻ്റെ പേര് സുധി, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും റിസപ്ഷനിൽ അവർ പറയുന്നുണ്ട്, ആ ശരിയാണ്, ആ അപ്പോൾ എന്താ ഡീറ്റെയിൽസ്, എന്താ അസുഖം, അതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും റിസപ്ഷൻകാർ പറയുന്നുണ്ട്, റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ചോദിച്ചാൽ പോരെ, എന്തിനാ ഇവിടെ വന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അല്ല റിലേഷൻ തന്നെയാ, പക്ഷേ ഇനി അവർക്ക് വല്ല കോംപ്ലിക്കേഷൻസ് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, നോർമലായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും റിസപ്ഷനിലുള്ളവർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, അവർ വെറുതെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നതാണ്, രണ്ടാമത്തെ കുഞ്ഞിനെ കൺസീവ് ആവാൻ ലേറ്റ് ആവുകയാണല്ലോ, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവ് ഇങ്ങനെ ഞെട്ടിപ്പോവാണ്, രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ, റിലേഷൻ ആണെന്ന് പറയുന്നു, എന്നിട്ട് തനിക്ക് ഈ വിവരങ്ങൾ പോലും അറിയത്തില്ലേ, രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നതാന്ന് പറയുമ്പോഴേക്കും ദേവു ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇങ്ങനെ ആലോചിച്ച് രേവതിയുടെ അടുത്തോട്ട് നടന്നുകൊണ്ടും പോവാണ് ദേവു. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ദേവു, എന്താ അവർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുവാണ്, ചേച്ചി ശ്രുതി ചേച്ചി ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാനും അതന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ചേച്ചി വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് അതൊരു ഷോക്കാവുകയാണ്. രണ്ടാമത്തെ കുഞ്ഞിനോ, എന്താ നീ പറയുന്നേ, ശ്രുതി അതിനിതുവരെ ഗർഭിണി പോലും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയും, എനിക്കും അതാ ചേച്ചി മനസ്സിലാവാത്തേ, അവരിനി വല്ല തെറ്റിച്ച് വിവരം വല്ലതും പറഞ്ഞതാണെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ഹേ അല്ല ചേച്ചി, റെക്കോർഡ്സ് നോക്കിയിട്ട് അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്, രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് തന്നെയാണ് ശ്രുതി ചേച്ചി ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവർ പറയുന്നത്. രേവതി എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ വല്ലാത്തൊരവസ്ഥയിലായി പോവാണേ, അവിടെ ഇരുന്ന് പോവാണ് രേവതി. അപ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല മോളെ, രണ്ടാമത്തെ കുഞ്ഞെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ആദ്യത്തെ കുഞ്ഞ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി, ആകെ കൺഫ്യൂഷനായല്ലോ, ഞാൻ അകത്ത് പോയി നേഴ്സിനോട് ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറ്റിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, വേണ്ട മോളെ വേണ്ട, ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട, അങ്ങനെ വിടല്ലേ ചേച്ചി, നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണ്ടേ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി നമുക്കിതിൻ്റെ പുറകെ പോവണ്ട മോളെ, നീ തൽക്കാലം ഈ വിവരം ആരോടും പറയരുത്, അമ്മേനോട് പോലും പറയരുത്, ഇത് നമുക്ക് ഇവിടെ തന്നെ ഉപേക്ഷിച്ചേക്കാം എന്നൊക്കെ പറയുവാണ് രേവതി. ദേവു പക്ഷേ കേൾക്കുന്നില്ല, ദേവു എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തീരുമാനത്തിൽ നിൽക്കുവാണ്. അപ്പോൾ രേവതിയുടെ ഒരുപാട് നിർബന്ധിച്ചുള്ള അഭ്യർത്ഥന പ്രകാരം ദേവു ശരി എന്ന് പറയുന്നുണ്ട്. രേവതി അങ്ങനെ ദേവുടെ ജോലി നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിനുള്ളിലോട്ട് പോവാണ്. രേവതി അങ്ങനെ ഷോക്കിൽ അങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കുവാണ്. വണ്ടിയെടുത്ത് രേവതി ഇതേപ്പറ്റി തന്നെ ആലോചിച്ചിങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ് റോട്ടിൽ കൂടി, ഒരു ബോധവും ഇല്ല, അതൊക്കെ തന്നെ ആലോചിച്ചിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയുടെ മുമ്പിൽ പോയി ചാടുവാണ്. അപ്പോഴേക്കും ആ ഓട്ടോറിക്ഷക്കാരെ രേവതിയെ ചീത്ത പറയുന്നുണ്ട്, എന്താ മോളെ നോക്കി വണ്ടി ഓടിച്ചൂടെ, നിങ്ങൾ വന്നിടിച്ചാലും ആളുകളൊക്കെ ഞങ്ങൾ ഓട്ടോക്കാരെ കുറ്റം പറയത്തുള്ളൂ, നോക്കി വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സോറി ചേട്ടാ, എൻ്റെ തെറ്റ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവാണ്. എന്നിട്ട് ചന്ദ്രോദയം എത്തുമ്പോഴേക്കും സച്ചി അവിടെ ആരോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ ഷോക്കാവുകയാണ്. എന്ത് പ്രസവോ, ഫോണിലാ രേവതി, മിണ്ടല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഫ്രീയാ, രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ഫോണിൽ സംസാരിക്കുമ്പോൾ രേവതി ഇങ്ങനെ അതേപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയുടെ രണ്ടാമത്തെ പ്രസവം എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടല്ലോ, ഒരു പ്രസവത്തിൻ്റെ ഓട്ടം വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഞാൻ പോയിട്ട് വരാൻ രേവതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ, രണ്ടാമത്തെ പ്രസവം, എന്താ രേവതി, രണ്ടാമത്തെ പ്രസവം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ സച്ചി പറയും, പിന്നെ ആദ്യം ഒരു പ്രാവശ്യം പ്രസവിക്കാതെ രണ്ടാമത് കുഞ്ഞുണ്ടാവും, നീ എന്തൊക്കെയാ രേവതി പറയുന്നേ. അല്ല സച്ചി ഏട്ടാ, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാലേ അവരെ എടുക്കേണ്ട സമയം കഴിഞ്ഞു പോകും, ഞാൻ എളുപ്പം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വണ്ടിയെടുത്ത് പോവാണേ. രേവതി ആകെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്താ ശ്രുതിയുടെ ആദ്യത്തെ കള്ളത്തരം എന്തായാലും വീട്ടിലുള്ള എല്ലാവരും അറിയുന്ന ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.